ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ അവസാനമായിട്ട് കണ്ടിട്ടുണ്ടാകും ശ്രുതിക്ക് വേണ്ടിയിട്ട് ചന്ദ്ര ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷമുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ബാക്കി വിശേഷങ്ങൾ കേൾക്കാട്ടോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. എല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രുതിയെ മുറിവേൽപ്പിക്കുന്ന സമയത്തും ശ്രുതി തനിക്ക് മരുന്നായിരിക്കും എന്നാണ് താൻ കരുതിയത് എന്നും, എന്നാൽ ശ്രുതി തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് താൻ ഒന്നിനും കൊള്ളില്ലാത്തവനാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ വിഷമം ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതേസമയം താൻ പറഞ്ഞ ഒരു വാക്ക് നിനക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നി, എന്നാ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് നിന്റെ വീട്ടുകാരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ നാണം കെടുത്തിയത് നിനക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ലേ എന്ന് ശ്രുതി തിരിച്ച് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ചന്ദ്രമതി അടിക്കുകയൊക്കെ ചെയ്തല്ലോ, അപ്പോഴും ശ്രുതി ഒരു നോക്കൂത്തിയെ പോലെ നോക്കി നിൽക്കുക മാത്രമാണല്ലോ ചെയ്തത്. അതാണ് ശ്രുതിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നത്. എന്നാ ചന്ദ്രയുടെ മുമ്പിൽ വെച്ചിട്ട് ശ്രുതി ഒന്നിനും കൊള്ളില്ലാത്തവനാണ്, ശ്രുതി കാരണമാണ് ഇപ്പൊ ഈ ഷോറൂം വെച്ചിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് പണിക്ക് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ശ്രുതിയും സംസാരിച്ചു. അത് ശ്രുതിക്കും വലിയ കാര്യമായിട്ട് തോന്നുവാണ്. തുടർന്ന് ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞൊരു വാക്ക് നിനക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? നിനക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിന്നെ ഓരോ സമയത്തും സച്ചി കൊച്ചാക്കി സംസാരിക്കുന്ന സമയത്തൊക്കെ നിന്നെ എത്രത്തോളം ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. വർഷയുടെ അമ്മ അന്ന് AC വന്നിട്ട് തിരികെ തന്ന സമയത്ത് ശ്രുതി നാണം കെടരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ താലച്ചേന് വിറ്റിട്ട് നിനക്ക് പണം തന്നു. ശ്രുതിയെ ഞാൻ ആരുടെ മുമ്പിലും വിട്ടുകൊടുത്തിട്ടില്ല. എന്നാ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ അടിക്കുന്നത് നോക്കി നിന്നു അല്ലേ? ശ്രുതി ഇപ്പോ എന്റെ അരികിലേക്ക് വന്നപ്പോ സോറി പറയുന്ന ഞാൻ വിചാരിച്ചത്. എന്നാ ഇപ്പോഴും ശ്രുതിയെ കുറിച്ചിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ശ്രുതി എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. എന്നിട്ട് ബാഗ് എടുത്തിട്ട് ഇറങ്ങി പോവാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയുടെ കൈ പിടിച്ചും കൊണ്ട് നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുവാണേ. എനിക്കെന്ന് പറയാൻ വേണ്ടിയിട്ട് ആരുമില്ലാത്തടത്ത് ഞാൻ എന്തിനാ നിൽക്കുന്നത്? അത് മാത്രമല്ല, നിന്നെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചല്ലോ, അതെല്ലാം തെറ്റാണ്. നീ പൊട്ടനല്ല, ഭയങ്കര ബുദ്ധിശാലിയാണ്. ഇനിയും ഒരുപാട് പഠിച്ചിട്ട് പുറത്ത് വലിയൊരു ബോർഡ് തന്നെ തൂക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവാണേ. ശ്രുതി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ ശ്രുതി തടയൂ എന്നുള്ള കാര്യമാണ് ശ്രുതി വിചാരിച്ചത്. അങ്ങനെ പുറത്തെത്തിയിട്ടും ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന പോലും ഇല്ല. പിന്നെ എന്തിനാ താനിവിടെ നിൽക്കുന്നത് എന്നുള്ള മട്ടില് ശ്രുതി ഇറങ്ങി അങ്ങ് പോവാണ് ചെയ്യുന്നത്. ശ്രുതി അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ശ്രുതി അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നത് ശ്രുതി പോയോ എന്നുള്ള രീതിയിൽ. ചന്ദ്ര ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അതേസമയം രവി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്, ചന്ദ്രേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന്. ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നത്? എത്ര പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരിക്കലും നീ ശ്രുതിയെ കൈനീട്ടി അടിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. ഈ വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന മരുമകളാണ്, അവളെ ഒരിക്കലും അടിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. അത് തെറ്റാണെന്ന് പറയുമ്പോ അപ്പോ അവൾ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുകയാണെ ചന്ദ്ര. അവൾ ചെയ്യുന്ന തെറ്റെല്ലാം കണ്ടിട്ട് ഞാൻ നോക്കി നിൽക്കണമായിരുന്നോ? അവൾ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ കൊടുത്തല്ലേ പറ്റുള്ളൂ. എന്റെ വയറൊക്കെ എരിയുന്നുണ്ട്. അവളെ ഞാൻ തലമേലെ തൂക്കി വെച്ച് ആടിയിട്ടില്ലായിരുന്നു ഇത്രയും കാലം. അങ്ങനത്തെ അവൾ എന്ത് പണിയാ ചെയ്ത് ചന്ദ്രയ്ക്ക് ദേഷ്യം അടക്കാൻ വേണ്ടി പറ്റുന്നില്ലേ? ഇതുകൊണ്ടാണ് ചന്ദ്രയെ പല തവണ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് എല്ലാവരെയും ഒരുപോലെ കാണണോ എന്ന്. ഒരുത്തിയെ തലയിലേറ്റി കൊണ്ടാടുന്നതും അതുപോലെ ഒരുത്തിയെ തറയിലിട്ട് ചവിട്ടുന്നതും നിനക്കൊരു ശീലമായി പോയി. നീ ചെയ്തതിന്റെ ശിക്ഷ നീ അനുഭവിച്ചേ പറ്റുള്ളൂ. നിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. ശ്രുതിയെ നീ തലയിൽ വെച്ച് ആടിയതിന്റെ ശിക്ഷ നിനക്ക് ഇപ്പൊ കിട്ടി. ഇനി എന്നാണ് രേവതിയെ ചവിട്ടി താഴ്ത്തുന്നതിന്റെ ശിക്ഷ നിനക്ക് കിട്ടാൻ വേണ്ടി പോകുന്നതെന്ന് അറിയില്ല. രേവതിയെ കുറിച്ച് പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും അങ്ങ് തുള്ളുവാണ് കേട്ടോ. നിങ്ങൾ ചുമ്മാ ഓരോന്ന് പറയണ്ട. ഈ ശ്രുതി ഉണ്ടല്ലോ എത്ര വലിയ തെറ്റാ ചെയ്തത്, അതിന് ഞാൻ ശിക്ഷ കൊടുക്കണ്ടേ? അന്ന് രേവതിയുടെ അനിയൻ തെറ്റ് ചെയ്ത സമയത്ത് ഞാന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് നിങ്ങൾ ശരിയെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെയല്ലേ ഇതും. ആ പ്രശ്നത്തില് ശരത്ത് മാത്രമായിരുന്നു പ്രശ്നക്കാരൻ. ആ പ്രശ്നവുമായിട്ട് യാതൊരുവിധ ബന്ധവും രേവതിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാ ഈ വിഷയത്തില് ശ്രുതി മാത്രമല്ല ശ്രുതിയും കൂടി ചേർന്നിട്ടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അവനും ഇതിനകത്ത് പങ്കുണ്ടല്ലോ. അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനും ഇതിന് ശിക്ഷ കൊടുക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാന് അവനെ അടിക്കണം എന്നാണോ? രണ്ടുപേര് ചെയ്ത തെറ്റിന് ഒരാളെ മാത്രം ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ ചന്ദ്രേ? അത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഉരുണ്ട് കളിക്കുമ്പോ ഇവിടെ നീ വേർതിരിവ് കാണിച്ചില്ലേ? നിന്റെ മകനെ നീ ഒന്നും ചെയ്യില്ല. ഇത് കേട്ട ചന്ദ്ര പറയുന്നത് ശ്രുതി നല്ലവനാണെന്നും അവന് ഇങ്ങനെ കള്ളത്തിനും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയത്തില്ല. ഇത് കേട്ട രവി തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ആർക്ക്? ശ്രുതിക്കോ എന്ന്. അതേ രവിയേട്ട, അവന്റെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ല. അങ്ങനത്തെ ആളാണല്ലോ അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് 50 ലക്ഷം രൂപ എടുത്തിട്ട് നമ്മളെല്ലാവരും കരയിപ്പിച്ചിട്ട് ഓടിപ്പോയവൻ. അപ്പോഴും ചന്ദ്ര ശ്രുതിയെ കുറ്റം പറയുന്നില്ല കേട്ടോ. ആ നീലിമയാണ് ഇങ്ങനെയൊക്കെ അവനെ കൊണ്ട് അന്ന് ചെയ്യിപ്പിച്ചത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ വാക്കും കേട്ടിട്ട് അവള് പറഞ്ഞ കാര്യങ്ങൾക്ക് അവൻ തുണയായിട്ട് പോയി. അവൻ ഇങ്ങനെ മോശമായി പോകുന്നതൊക്കെ ഈ പെണ്ണുങ്ങൾ കാരണമാണെന്ന് പറയുന്നുണ്ടേ. ഓ, അപ്പൊ ചന്ദ്ര നീ പറഞ്ഞു വരുന്നത്
നിന്റെ മോന് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല എന്നാണോ? ആ വാക്കുകൾ കേൾക്കുമ്പോൾ ചന്ദ്ര ശരിക്കും ലോക്കാവുന്നുണ്ട്. തുടർന്ന് വീണ്ടും പറയുന്നത് രവി, നീ പറഞ്ഞത് ശരി തന്നെയാണ്. അവന് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് ഓരോരോ പെണ്ണുകൾ കാരണമാണ്. ആദ്യം ആ നീലിമ കാരണം, ഇപ്പൊ നീ പറഞ്ഞതുപോലെ ശ്രുതി. ഇതിന്റെ മൂല കാരണം എന്താണ്? രവി നിർത്തുന്നുണ്ട്. എന്താ നിങ്ങൾ മുഴുവൻ പറയാതെ നിർത്തിക്കളഞ്ഞത്? നിനക്ക് തന്നെ ചന്ദ്രയെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി, ഞാൻ കാരണമാണെന്നല്ലേ? അല്ലെങ്കിലും നിങ്ങൾ വേറെ ആരെ പറയാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കരമായിട്ട് മുഖം വെറുപ്പിക്കുന്നുണ്ട്. നീയാണ് ചന്ദ്രയെ അവന് വല്ലാതെ കൊഞ്ചിച്ച് ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വന്ന മരുമകളിൽ ഏറ്റവും കൂടുതൽ പണമുള്ളവളെന്ന് പറഞ്ഞിട്ട് അവൾക്കും ഒരുപാട് ഇടം കൊടുത്തു നീ. രണ്ടാമത്തെ മരുമകളെ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് പോലും നീ കാണാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിലും. സുധിയെ നീ തലയിലേറ്റി നടക്കുന്നു. സച്ചിയെ നീയാണെന്നുണ്ടെങ്കിൽ ഒരു മകനെ പോലെ കണ്ടിട്ട് പോലുമില്ല. ഇതുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ കൊണ്ടുവന്ന മരുമകൾ തെറ്റ് ചെയ്തു, നിങ്ങൾ കൊണ്ടുവന്ന മരുമകൾ നല്ലവളാണെന്നോ? അവളും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ചന്ദ്രേ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്നുള്ള കാര്യം നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും നീ രേവതിയെ കുറ്റം പറയുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നതുണ്ടല്ലോ, അത് എന്റെ തെറ്റാണ്. അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴേക്കും റൂമിലേക്ക് ശ്രുതി കയറി വരുന്നുണ്ട്. അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ശ്രുതി പോയി എന്ന് പറയാണേ. എങ്ങോട്ട് പോയി? എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം അറിയില്ല അമ്മേ. ഓ, അവള് എവിടേക്കാണ് എന്താണെന്നുള്ള കാര്യം പറയാതെ അങ്ങ് പോയോ? അല്ലെങ്കിലും ഇത്രയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ എങ്ങനെയാണ് പറഞ്ഞിട്ട് പോവാന്ന് രവീൻ ചോദിക്കുന്നുണ്ടേ. അവളുടെ പ്രശ്നം എന്താണെന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ടേ. അതമ്മ വേറൊന്നുമല്ല, ഞാന് അവളെ എല്ലാവരുടെ മുമ്പിൽ വിട്ടുകൊടുത്തു, അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല എന്നൊക്കെയാണ് അവള് പറഞ്ഞിട്ട് പോയത്. ഓ, ഇപ്പോഴും അവള് നിന്റെ മേലെ കുറ്റം ചേർത്താനാണല്ലേ ശ്രമിക്കുന്നത്? ഇത് കേട്ട രവി പറയുന്നുണ്ട്, അവള് പറഞ്ഞത് ന്യായം തന്നെയാണല്ലോ. ആ സമയത്ത് ഇവൻ വായമൂടി നിൽക്കുകയല്ലേ ചെയ്തത്? എടാ, അവള് പോകുന്ന സമയത്ത് അവളെ അങ്ങ് വിടുവാണോ ചെയ്യേണ്ടത്? സമാധാനപ്പെടുത്തണ്ടേ? അതച്ചാ സച്ചി ഞങ്ങളെ കളിയാക്കി സംസാരിക്കുന്നത് കേട്ടു. ആ ദേഷ്യത്തിൽ ഞാൻ അവളുമായിട്ട് പോയി സംസാരിച്ചതാണ്. അങ്ങനെയാണ് അവൾ ഇറങ്ങിപ്പോയെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് ഒരു കാര്യം ഉരുപ്പടിയായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് അറിയില്ലേടാ. നീ ഉടനെ തന്നെ അവളെ ഫോൺ ചെയ്തിട്ട് അവൾ എവിടെയുള്ളെന്നുള്ള കാര്യം ചോദിക്ക്. ഇല്ലെങ്കിൽ നീ തന്നെ പോയിട്ട് കൂട്ടിയിട്ട് വാടാ എന്ന് പറയാണേ. ഉടനെ തന്നെ ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് പോവാണ്. പക്ഷെ ചന്ദ്രയാണെങ്കിൽ എടാ നിക്കടാ, അങ്ങനെ നീ പോകേണ്ട കാര്യമൊന്നുമില്ലടാ. അവൾ എങ്ങനെ പോയെന്ന് ചോദിക്കുമ്പോ അമ്മ പുറത്ത് മുൻവശത്ത് കൂടിയാ പോയത്. അതല്ലടാ ഞാൻ ചോദിച്ചത്, അവൾ എങ്ങനെയാ പോയത്? വലിയ ബാഗ് എടുത്തിട്ടാണോ അതോ ഹാൻഡ് ബാഗ് ഇട്ടിട്ടാണോ? അതമ്മ ചെറിയൊരു ബാഗ് മാത്രം എടുത്തിട്ടാണ്. ആ, അങ്ങനെയാണെങ്കിൽ നീ പോകേണ്ട കാര്യമൊന്നുമില്ലടാ. അപ്പോ അവള് തന്നെ തിരികെ വന്നോളും. ചന്ദ്രൻ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ആ പെൺകുട്ടി വിഷമിച്ചിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. അങ്ങനത്തെ അവളെ അങ്ങനെ തന്നെ വിട്ട് കളയാൻ വേണ്ടി പറ്റുമോ? ഇത് കേട്ട ചന്ദ്ര പറയുന്നത്, വീട് വിട്ട് പോകുന്നവളാണെന്നുണ്ടെങ്കിൽ അവള് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോയേനെ. അങ്ങനെയല്ലല്ലോ പോയത്, അതുകൊണ്ട് അവള് തന്നെ തിരിച്ചു വന്നോളൂ. അത് മാത്രമല്ല, നീ എവിടെയും പോകണ്ട എന്നുള്ള ഓർഡർ ഇറക്കുന്നുണ്ട് മോന്റെ അടുത്ത്. പക്ഷേ ചന്ദ്രയുടെ സംസാരം കേൾക്കുമ്പോൾ ഇതൊന്നും അത്ര നല്ല കാര്യമല്ല എന്ന് പറയാണേ. നിങ്ങൾ തന്നെയല്ലേ രവിയേട്ട പറഞ്ഞത് ഒരുപാട് ഇടം കൊടുക്കരുത് എന്ന്? ഇപ്പോഴാണോ ചന്ദ്ര നിനക്ക് എന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി തോന്നിയത്? ചെയ്യേണ്ട സമയത്ത് ഒന്നും ചെയ്യില്ല, ഏത് സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നിട്ട് അറിയത്തുമില്ല. ഇവനാണെങ്കിൽ നിന്നെ പോലെ തന്നെയാണ്. ഇവന്റെ അടുത്ത് മര്യാദയ്ക്ക് പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറ. അതിന്റെ ഒന്നും ആവശ്യമില്ല സുധി. നീ അവൾക്ക് ഒരു ഫോൺ കോൾ പോലും ചെയ്യരുത്. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ അമ്മ പറഞ്ഞതിന് തലയാട്ടുവാണ് കേട്ടോ സുധി ചെയ്യുന്നത്. ഇവരെ രണ്ടുപേരെടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രവി ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മയുടെ അരികിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ മടിയിൽ കിടന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ തലയിൽ ഇങ്ങനെ തലോടി കൊടുക്കുന്നുണ്ട്. കല്യാണി നീ കരയല്ലേ, എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അമ്മ എഴുന്നേക്കാൻ വേണ്ടി നോക്കുമ്പോ അമ്മ എവിടെയും പോകരുത്, എന്റെ കൂടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മേന്റെ മടിയിൽ കിടന്നിട്ട് ഇങ്ങനെ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് മനസ്സിലാക്കിയിട്ട് വിമലയാണെന്നുണ്ടെങ്കിൽ ശരിയെന്ന് പറയുന്നുണ്ട്. ശ്രുതി വന്നിട്ട് കരഞ്ഞു നിന്ന സമയത്ത് വിമല വിചാരിച്ചത് ശ്രുതിയെ കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം അവളുടെ വീട്ടിൽ അറിഞ്ഞു എന്നുള്ള കാര്യമാണ്. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതിയാണെങ്കിൽ എഴുന്നേറ്റിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ കാര്യം അറിഞ്ഞപ്പോ തന്നെ എന്തൊക്കെയാ നടന്നെന്നുള്ള കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ? ഇതിൽ ശ്രുതി നിന്റെ തെറ്റ് മാത്രമല്ലല്ലോ, നിന്റെ ഭർത്താവും കൂടി ചേർന്നിട്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചത്. ഇപ്പോ പഴി മൊത്തം നിന്റെ തലയിൽ വീണില്ലേ? അത് മാത്രമല്ല ശ്രുതി, നീയും എടുത്തു ചാടിയിട്ട് വെറുതെ ഓരോ വാക്കുകൾ പറയാൻ വേണ്ടി പാടില്ലായിരുന്നു. നീയാണെന്നുണ്ടെങ്കിൽ നിന്റെ ഹസ്ബൻഡിനെ വിട്ടുകൊടുത്ത് സംസാരിച്ചു. അതുകൊണ്ടല്ലേ നിന്റെ അമ്മായിമ്മ നിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടത്. നീ തന്നെ പറഞ്ഞിട്ടില്ലേ നിന്റെ അമ്മായിമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നിന്റെ ഭർത്താവിനോടാണ് എന്നുള്ള കാര്യം. അവരുടെ 3 മക്കളെക്കാളും കൂടുതൽ പ്രിയം നിന്റെ ഭർത്താവിനോട്. തരംതാഴ്ത്തി സംസാരിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നിന്റെ അമ്മായിമ്മ ചുമ്മാതിരിക്കോ? അമ്മേ, ഞാൻ അങ്ങനെ ഇല്ലാത്തതൊന്നും അല്ല പറഞ്ഞത്. സുധി ഒരു ജോലിയും കൂലിയില്ലാതെ പാർക്ക് കിടന്നുറങ്ങിയതാണ്. കിട്ടിയ ജോലിയെല്ലാം കളഞ്ഞു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്. അതൊക്കെ ശരി തന്നെയാണ് കല്യാണി. നിന്റെ ഭർത്താവ് ഇങ്ങനൊരു കാര്യം ചെയ്തത് ആരെയും അത്ര അതിശയിപ്പിക്കുന്ന കാര്യമല്ല. കാരണം അതുപോലത്തെ ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാ നിന്റെ ഭാഗത്തുനിന്ന് ആരും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നീ ഇങ്ങനൊരു കാര്യം പറിച്ചത് ഒരിക്കലും നിന്റെ അമ്മായിമ്മയ്ക്ക് സഹിച്ചിട്ടും ഉണ്ടാവില്ല. എന്തായാലും ഒരു നല്ല കാര്യം വിചാരിച്ചിട്ടാണ് നീ ഇങ്ങനൊരു കാര്യം ചെയ്തത്. പക്ഷെ ഒരിക്കലും ധൃതി പിടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി പാടില്ലായിരുന്നു.
ധൃതി പിടിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് അമ്മ സംസാരിക്കരുത്. അങ്ങനെ ചെയ്തു വെച്ചിട്ടാണല്ലോ ഇപ്പൊ ഞാൻ കഷ്ടപ്പെടുന്നത്. ശ്രുതി ആ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ വിമല തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ, വീണ്ടും വീണ്ടും നീ എന്തിനാ അവിടെ ചെന്ന് നിൽക്കുന്നത്? കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് ഇനി പോകുന്നില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീ അവിടെ നിന്നുകൊണ്ട് തന്നെ അവരെ സമാധാനപ്പെടുത്തിയിട്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഓടി പിടിച്ചിട്ട് ഇങ്ങോട്ട് പോരല്ല വേണ്ടിയിരുന്നത്. അമ്മ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഞാൻ ഇങ്ങോട്ട് വരരുത് എന്നുള്ള കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നീ ഇങ്ങോട്ട് വരാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പറയാതെയൊക്കെ ഇറങ്ങി പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഓൾറെഡി ആ പണത്തിന്റെ കാര്യത്തിൽ നിന്റെ അമ്മായിമ്മയ്ക്ക് നിന്നോട് ദേഷ്യമായി. ഇങ്ങനെ പറയാതെ പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിന്നോടുള്ള ദേഷ്യം കൂടത്തല്ലേ ഉള്ളൂ. ആദ്യം കല്യാണി നീ തിരികെ വീട്ടിലേക്ക് പോവോ. ഇത് കേട്ട കല്യാണിയാണെങ്കിൽ തിരിച്ചു ചോദിക്കുന്നുണ്ട്, പോയിട്ടമ്മേ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? എപ്പോഴും അമ്മ പറയാറുണ്ടല്ലോ ആ സച്ചി നല്ലവനാണ് എന്നുള്ള കാര്യം. അവനാണ് എന്നെ ഈ പ്രശ്നത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചത്. അവന് ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, നടന്ന കാര്യമല്ലേ അവൻ പറഞ്ഞത്. ഇപ്പോഴും അമ്മ അവരെ നിന്നല്ലേ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ടേ. നീ അവരെ ഒരിക്കലും ഈ കാര്യത്തിൽ ഇടപെടിക്കേണ്ട ഒരു കാര്യമില്ല. ആ പണത്തെ കുറിച്ചിട്ട് നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സച്ചി ആ പണത്തെ 3 പിരിക്കാൻ വേണ്ടി പറഞ്ഞേനെ. അങ്ങനെയാവുമ്പോ സുധിയുടെ കയ്യിലേക്ക് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഷോറൂം ആരംഭിക്കാനും പറ്റത്തില്ലായിരുന്നു. മറ്റാർക്കും ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും സുധി ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതിരുന്നു. അതാണ് അമ്മേ എനിക്ക് ഏറ്റവും വേദനയായിട്ട് തോന്നിയത്. എപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും സുധി അവന്റെ അമ്മയുടെ വാക്ക് മാത്രമേ കേൾക്കത്തുള്ളൂ. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ ശ്രുതി നീ അവനെ കല്യാണം കഴിച്ചെന്നുള്ള കാര്യം വിമല ചോദിക്കുന്നുണ്ടേ. എന്ന് കരുതിയിട്ട് അമ്മേ ഇങ്ങനൊരു സിറ്റുവേഷനിലും എന്റെ ഒപ്പം നിന്നൂടെ? ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടല്ലേ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. എന്നിട്ടും എല്ലാവരും എന്നെ മാത്രമാണ് ഇപ്പൊ കുറ്റപ്പെടുത്തുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല കല്യാണി, സുധി ആ വീട്ടിലെ പയ്യനാണ്. അത് മാത്രമല്ല നിന്റെ അമ്മായിമ്മ ഏറ്റവും കൂടുതൽ ലാളിച്ചിട്ട് വളർത്തിയ ഒരു പയ്യൻ. അങ്ങനത്തെ അവനെ എങ്ങനെയാണ് അവര് കുറ്റം പറയുന്നത്? നീയാണെങ്കിൽ കുറച്ച് താഴ്ന്നു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒരിക്കലും ഇത്രയും വഷളാവില്ലായിരുന്നു. ആദ്യം ഞാൻ പറയുന്നത് കേക്ക് കല്യാണി, നീ ആദ്യം തിരികെ വീട്ടിലേക്ക് പോ. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊരു സമാധാനം ഇല്ല അല്ലേ? അതുകൊണ്ടല്ല, നീ വീട് വിട്ട് ഇറങ്ങി പോകുന്നത് കൊണ്ട് അവരുടെ ദേഷ്യം കൂടത്തേ ഉള്ളൂ. ഞാൻ ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കാണുന്ന സമയത്തൊക്കെ ആന്റി എന്നെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കല്യാണി നിന്റെ സിറ്റുവേഷൻ. പക്ഷേ എന്നാണെന്നുണ്ടെങ്കിലും നീ ആ വീട്ടിലേക്ക് തിരികെ പോയല്ലേ പറ്റുള്ളൂ. അത് ഞാൻ അമ്മ ഇനിയും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാണേ. പിന്നെ കല്യാണി നീ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പോവാണോ? അതെങ്ങനെ അമ്മേ എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറ്റുന്നത്? എന്റെ ജീവിതം അവിടെയല്ലേ? ആ ജീവിതം തൊലയ്ക്കരുതെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനും പറയുന്നത്. നീ അവിടെ ചെന്നിട്ട് അവരെടുത്ത് മാപ്പ് ചോദിക്കുക. ഒരു സാധനം പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കളഞ്ഞു പോയെടുത്ത് തരയണം, അല്ലാതെ പുറത്ത് തെരഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തായാലും വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്ക് കല്യാണി. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആദി ഇങ്ങോട്ടേക്ക് എത്തും. അവന് കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങുന്ന വയസ്സായി. അതുകൊണ്ട് അവനെ ഒന്നും അറിയിക്കേണ്ട, നീ പോകാൻ വേണ്ടി നോക്ക്. അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ശ്രുതി അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. തുടർന്ന് വീണ്ടും കാണിക്കുന്നത് ചന്ദ്രയുടെ വീടാണ്. വർഷയാണെന്നുണ്ടെങ്കിൽ ഒരു റീല് കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷേ നീ എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് രേവതി അരികിലേക്ക് ചെല്ലുന്നുണ്ട്. രേവതി ചേച്ചി മറ്റൊന്നുമില്ല, ഇത് നോക്കേ എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണെ. ഇതെന്താണ് ആ പെണ്ണ് ആ പയ്യനെ ഇട്ടിട്ട് ഇങ്ങനെ അടിക്കുന്നത്? ചേച്ചി ഭർത്താവാണ്. ഭർത്താവിനാണോ ഇങ്ങനെ അടിക്കുന്നത്? രേവതി ചോദിക്കുകയാണ്. ഇത് ചുമ്മാ റീലിന് വേണ്ടിയിട്ടാണ് ചേച്ചി. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ റീലൊക്കെ ചെയ്യുന്നതാണ് ട്രെൻഡ്. ശരിക്കും എല്ലാവരും ഇപ്പോ കപ്പിൾസ് റീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കല്യാണം വരെ കഴിക്കുന്നത്. ആദ്യമൊക്കെ രേവതി പാവാന്ന് പറയുന്നുണ്ട്. പക്ഷെ തുടർന്ന് കണ്ട് വർഷയുടെ ഒപ്പം രേവതിയും ചിരിച്ചോണ്ട് തുടങ്ങുകയാണേ. അങ്ങനെ രണ്ടുപേരും ഹോളിലിരുന്ന് ചിരിക്കുന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ചന്ദ്ര പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അങ്ങനെ ആദ്യം ചന്ദ്ര വരുന്നുണ്ടെന്നുള്ള രീതിയിൽ കൊച്ചിയൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ചിരിയുടെ ഇടയിൽ ഇതൊന്നും ആരും അറിയുന്നില്ല. ഉടനെ തന്നെ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയും എന്താ ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. രേവതിയാണെങ്കിൽ വേഗം ചിരി നിർത്തിയിട്ട് അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം വർഷം എഴുന്നേറ്റ് നിൽക്കുവാണ്. എന്താണ് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുന്ന രീതിയിൽ ചിരിച്ചോണ്ടിരിക്കുന്നത്? ഇവിടെ ചിരിക്കാൻ പറ്റിയ കാര്യമാണോ നടന്നെന്നുള്ള കാര്യം ചോദിക്കാനോട്ടോ ചന്ദ്ര. എന്ന് കരുതിയിട്ട് ആന്റി ചിരി വരുന്ന സമയത്ത് ചിരിക്കാതിരിക്കാൻ വേണ്ടി പറ്റുമെന്ന് വർഷ. ഇവിടെ അങ്ങനെ ചിരിക്കുന്ന കാര്യങ്ങളാണോ നടക്കുന്നത്? വീട്ടിലെന്ത് നടക്കുന്നു? നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നതെന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണേ. എടി അതിന് മാത്രം നിനക്ക് ചിരിക്കാൻ എന്താടി എന്നുള്ള കാര്യം ചന്ദ്ര രേവതിയുടെ അടുത്ത് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുമ്പോഴേക്കും ആന്റി ഞാനാണ് ഫണ്ണി വീഡിയോസ് രേവതി ചേച്ചി കാണിച്ചു കൊടുത്തത്, വേണമെങ്കിൽ ആന്റിയും കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആന്റിക്ക് കൊണ്ടുപോയി കാണിക്കുവാണേ. അങ്ങനെ വീഡിയോ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നത് ഈ വീട്ടിൽ നടക്കുന്നത് തന്നെ വലിയ കോമഡിയാണ്, നാട്ടുകാർ മൊത്തം ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മേന്ന് വിളിച്ചും കണ്ട് സുധി അങ്ങോട്ടേക്ക് വരുവാണേ. എന്താന്ന് വെച്ചാൽ പറയടാ എന്ന് ചന്ദ്ര പറഞ്ഞിട്ട് അങ്ങനെ നടന്നു പോവാണ്. പുറകെ നടന്നിട്ട് അമ്മേ ഇത്ര നേരമായിട്ട് ശ്രുതി ഇങ്ങോട്ട് വന്നില്ല, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറഞ്ഞു വരുന്നത്? അതല്ല അമ്മേ, ഇത്രയും നേരമായിട്ട് ഒരു ഫോൺ കോൾ പോലും വന്നില്ല. അപ്പോഴേക്കും ശ്രുതി തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ. പുറത്തു നിന്നുകൊണ്ട് ഇവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാണേ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഞാൻ അവരെ വിളിച്ചു നോക്കണമെന്നാണോന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അല്ല അമ്മേ, ഞാന് ശ്രുതിയെ ഒന്ന് വിളിച്ചിട്ട് എടാ നീ കോൾ ചെയ്തോന്ന് ചോദിക്കുന്നുണ്ടേ. ഇല്ലമ്മേ, ഞാൻ ഫോൺ കോൾ ചെയ്തോട്ടെ എന്നുള്ള കാര്യം അമ്മയുടെ അടുത്ത് ചോദിച്ചതാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ പ്രശ്നം
നിനക്കെന്താ അവളോട് സിമ്പതി വല്ലതും തോന്നുന്നുണ്ടോ? അല്ല അമ്മ, അതുകൊണ്ടല്ല. അവള് ഏത് തരത്തിലുള്ള ആളാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അവള് എത്ര വലിയൊരു സത്യമാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. നിന്റെ അടുത്ത് മറച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞത് തെറ്റെല്ലാം ചെയ്തിട്ട് നിന്നെ കുറിച്ച് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനത്തെ അവൾക്കാണോടാ നീ ഫോൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്? പോയ അവൾക്ക് ഇങ്ങോട്ട് തിരികെ വരാനോ അറിയാവുന്നുണ്ടാകും. നീ ഫോൺ ചെയ്യാനൊന്നും നിൽക്കണ്ട, പോവാൻ നോക്കടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഓടിച്ചു വിടുവാണേ. ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ശ്രുതിയാണെന്നുണ്ടെങ്കിൽ രേവതി കാണുന്നുണ്ട്. രേവതി നൈസായിട്ട് വർഷയെ തട്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ അവള് വന്നത് കാണാതെയാണ് സംസാരിച്ചതെന്നുള്ള കാര്യം തോന്നുന്നു രേവതി പറയുമ്പോൾ, കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുള്ളൂ എന്ന് വർഷ. ഉടനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആന്റി എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. അതിന് മറുപടി ഒന്നും കൊടുക്കാതെ രേവതി, നീ എന്താ അവിടെ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയിട്ട് ഒരു കോഫി ഇട്ടോണ്ട് വാ എന്ന് പറയാണേ. അമ്മേ, കുറച്ചു നേരത്തെയല്ലേ കോഫി കുടിച്ചത്, അതിനെന്താ ഇപ്പൊ എനിക്ക് ഇട്ട് തരാൻ വേണ്ടി നിനക്ക് പറ്റില്ലേ? ചായയും കാപ്പിപ്പൊടിയൊക്കെ നിന്റെ വീട്ടിൽ നിന്നാണോ കൊണ്ടുവരുന്നതെന്നൊക്കെ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല അമ്മേ, തലവേദന വന്നു കഴിഞ്ഞാലാണല്ലോ അമ്മ വീണ്ടും കോഫി ചോദിക്കാറ്, അതുകൊണ്ട് ചോദിച്ചതാണ്. അതെ, തലവേദന വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാ ചോദിച്ചത്. പെട്ടെന്ന് കോഫി ഉണ്ടാക്കി കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഓടിച്ചു വിടുവാണേ. അതിന്റെ പുറകെ വർഷയും ചെല്ലുന്നുണ്ട് കേട്ടോ. ശ്രുതി എന്തായാലും വന്നിട്ട് നേരെ റൂമിലേക്ക് പോകുമ്പോൾ അതിന് പുറകെ തന്നെ വാലായിട്ട് ശ്രുതിയും പോകുന്നുണ്ട്. പോകുന്ന ശ്രുതിയുടെ അടുത്ത്, ഡാ നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുകയാണേ. അതമ്മേ വന്നല്ലോ. ആ വന്നു ഞാനും കണ്ടു, പിന്നെന്താ പ്രശ്നം? നീ അങ്ങോട്ടേക്ക് പോടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ഒപ്പം പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കാതെ ശ്രുതി അവിടുന്ന് മാറ്റി നിർത്തുവാണേ. അല്ലമ്മേ, എനിക്ക് ഫോണിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൂമിലേക്ക് പോകുന്നതെന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും നിനക്ക് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെറസിൽ പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര ആവശ്യപ്പെടുന്നത്. നീ എന്താണ് നോക്കി നിൽക്കുന്നത്? പറഞ്ഞത് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ഓടിച്ചു വിടുന്നുണ്ട്. തുടർന്ന് ചന്ദ്ര നോക്കുന്ന സമയത്ത് രേവതിയാണെന്നുണ്ടെങ്കിൽ പൂവിന്റെ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുവാണേ. നിന്റെ അടുത്ത് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? കോഫി ഉണ്ടാക്കാനല്ലേ? അത് പോയിട്ട് ഉണ്ടാക്ക്. ഇത് അമ്മ, ഇത് എടുത്തു വെച്ചിട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോകുന്നുണ്ട്. കോഫി ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ എന്റെ മുറിയിലേക്ക് കൊണ്ടുപോകാ എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. ചന്ദ്ര പോയി കഴിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് വർഷയാണെങ്കിൽ രേവതി അരികിലേക്ക് വിളിക്കുന്നുണ്ട്. ഇപ്പോ ആന്റി എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലായോ? പ്രശ്നം വന്നപ്പം ശ്രുതി ചേച്ചിയും അതുപോലെ സുധിയേട്ടനെയും പരസ്പരം സംസാരിക്കാൻ അനുവദിക്കാതെ മാറ്റി നിർത്താണ് ചെയ്യുന്നത്. ഈ സീരിയലിലൊക്കെ അമ്മായിമ്മമാരെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ. എന്തായാലും നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് നിൽക്കുന്നത് നല്ലതാണ്. നമ്മളൊന്ന് ചോദിക്കുമ്പോ അതെ, ഞാന് ശ്രീകാന്തിന്റെ എന്റെ കൈപ്പടിയിൽ നിർത്തും, അതുപോലെ തന്നെ സച്ചേട്ടനെ നിർത്തിക്കോണം. അതിനെന്തിനാന്ന് ചോദിക്കുമ്പോൾ നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഉടനെ തന്നെ നമ്മളെ ഹസ്ബൻഡിൽ നിന്നും അകറ്റാനാണ് ശ്രമിക്കുക. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അമ്മായിമ്മയാണ്. വർഷയാണെങ്കിൽ കുറച്ച് ഒച്ചത്ത് തന്നെയാണ് കേട്ടോ കാര്യമൊക്കെ പറയുന്നത്. വർഷയെ അമ്മ കേൾക്കുന്നു പറയുന്നുണ്ട് രേവതി. കേട്ടോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചേച്ചി കുറച്ച് കെയർഫുൾ ആയിട്ട് നിന്നോട്ടോ. എന്തായാലും ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അമ്മയ്ക്ക് എന്നെയും സച്ചേട്ടനെയും കണ്ണിന് നേരെ കണ്ടൂടാ. നീ കെയർഫുൾ ആയിട്ട് ഇരുന്നാൽ മതി എന്ന് പറയാണേ. അങ്ങനെ സുധേട്ടനെ പോലത്തെ ഒരാളല്ല ശ്രീകാന്ത്. അമ്മയുടെ വാക്ക് മാത്രം കേട്ടോണ്ട് നിൽക്കുന്ന ഒരാളാണ് ശ്രീകാന്ത് എന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ എപ്പോഴേ അവനെ ഉപേക്ഷിച്ചിട്ട് പോയേനെ. അങ്ങനെ രേവതിയാണെന്നുണ്ടെങ്കിൽ ചായ എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. വർഷ മുറിയിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ശ്രുതി നേരെ ചന്ദ്രയ്ക്ക് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ശ്രുതി മുറിയിലേക്ക് വരുമ്പോൾ തന്നെ മുഖം തിരിച്ചിട്ടാണ് കേട്ടോ ചന്ദ്ര ഇരിക്കുന്നത്. ആന്റി, ഞാൻ ഇപ്പോഴും പറയുന്നു, ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ആന്റിക്ക് അത് തെറ്റായിട്ട് തോന്നുന്നത് കൊണ്ടാണ്, ഇതല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് മുതൽ ശ്രദ്ധിക്കുന്നതാണ്, ശ്രുതിക്ക് ഈ വീട്ടിൽ ഒരു മര്യാദയുമില്ല. ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം ചെയ്തത്. നീ നിന്റെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ കാരണങ്ങളൊന്നും പറയരുത്. ആന്റി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ ആ പണം കൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്വർണ്ണോ അതുപോലെ സാരിയോ ഒന്നും മേടിച്ചിട്ടില്ല. ആ പണം വെച്ചിട്ട് ഞാൻ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. ആന്റിയുടെ മകന് നല്ലത് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. ശ്രുതി ലൈഫിൽ ജയിക്കണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ ദേഷ്യത്തെ ചോദിക്കുന്നുണ്ട്, നീ മാത്രമാണോ അവന് നല്ലത് വരണമെന്ന് വിചാരിക്കുന്നത്? നീ അവന് നല്ലത് ചെയ്യുകയാണെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്റെ അടുത്ത് പറയണം. നീ എന്റെ അടുത്ത് പറയാണ്ട് ചെയ്തത് തെറ്റ് തന്നെയാണ്. ശ്രുതി എന്നിൽ നിന്ന് ഒരു കാര്യവും മറക്കില്ല. നീയാണ് അവനെ തടുത്തു വെച്ചത്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ന്യായം പറയുന്നോ? മര്യാദയ്ക്ക് എന്റെ കൺമുമ്പെന്ന് പോയിക്കോ, എന്റെ കൺമുമ്പ് നിൽക്കരുതെന്ന് പറയണേ. ആന്റി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശ്രുതി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പോവാനല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ദേഷ്യത്തെ പറയുമ്പോഴേക്കും ഓടി അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ ശ്രുതി. റീലെത്തുമ്പോഴേക്കും ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. ഫോൺ എടുത്തിട്ട് നമ്പർ അറിയാത്തതുകൊണ്ട് തന്നെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാന് മഹിമയാണ് സംസാരിക്കുന്നത്, വർഷയുടെ അമ്മയാണെന്ന് പറയാണേ. ആ ആന്റി പറ എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി ശ്രുതി, നീ ഡള്ളായിട്ടാണല്ലോ സംസാരിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല ആന്റി, എനിക്ക് ചെറിയ കോൾഡ് ആണ്. ഇത് കേട്ട മഹിമ ചോദിക്കുന്നുണ്ട് കേട്ടോ, കോൾഡ് ആണോ അതോ കോൾഡ് വാറാണോ എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പോരാണോ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ ആന്റി അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോ ഞാന് കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ആന്റി എന്താണ് കേട്ടത്? നിന്റെ ഹസ്ബൻഡിന് നീ കടവെച്ചു കൊടുത്തത് നിന്റെ അച്ഛന്റെ പണത്തിലല്ല അല്ലേ? ശ്രുതിയുടെ കയ്യിൽ നിന്നും ഒരു പെണ്ണ് പണം തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, രവിയേട്ടന്റെ റിട്ടയർമെന്റ് പണം. ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ആ പണം തിരികെ വാങ്ങിയിട്ട് ആ പണത്തിലാണ്
കട സ്റ്റാർട്ട് ചെയ്തതെന്നാണല്ലോ തോന്നുന്നത്. ഞാൻ വിചാരിച്ചു മലേഷ്യയിൽ നിന്നാണ് ആ പടം വന്നതെന്നുള്ള കാര്യം. എപ്പോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ചന്ത പറയാറുണ്ട് മലേഷ്യ മരുമകളാണെന്നൊക്കെ. ഞാൻ വിചാരിച്ചു മലേഷ്യയിൽ നിന്ന് വന്ന പണമാണെന്ന്. എന്നാ നീയാണെന്നുണ്ടെങ്കിൽ രവിയേട്ടന്റെ പണത്തിൽ കട ആരംഭിച്ചിട്ട് നിന്റെ പണമെന്നുള്ള കാര്യം പറഞ്ഞില്ലേ? മഹിമ പറയുന്ന കേൾക്കുമ്പോൾ ശ്രുതിക്കങ്ങ് അരിച്ചു കയറുന്നുണ്ട് കേട്ടോ. ആന്റിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇപ്പോ ഒരു കുളിർമ കിട്ടിയോ? നീ എന്താ ശ്രുതി അങ്ങനെ പറഞ്ഞത്? ആന്റി, ഇത് ആന്റിയുമായി സംബന്ധപ്പെടുന്ന കാര്യമല്ല, ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നമാണ്. ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആന്റിക്ക് എന്താ കാര്യം? നീ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്റെ മകളെ പോലെയല്ലേ കാണുന്നതെന്നൊക്കെ ചോദിക്കുകയാണെ. അതിന്റെ ആവശ്യമില്ല ആന്റി, നിങ്ങൾക്ക് ഒരു മകളുണ്ടല്ലോ, അവളെടുത്ത് സംസാരിച്ചാൽ മതി. എനിക്ക് നിങ്ങളടുത്തൊന്നും സംസാരിക്കാനില്ല, മര്യാദയ്ക്ക് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ ശ്രുതി ഫോൺ വെക്കുന്നത്. മഹിമയാണെങ്കിൽ നൈസായിട്ട് ഈ കാര്യങ്ങൾ ശ്രുതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ വിളിച്ചിട്ട് അതുപോലെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്നിട്ട് അങ്ങ് അരിച്ചു കയറുന്നുണ്ട് കേട്ടോ. കാരണം മഹിമയും എല്ലാവരും ഈ കാര്യം അറിഞ്ഞല്ലോ. ആകെ മൊത്തത്തിൽ നാണക്കേടായി. ഇതിനെല്ലാം ഒറ്റയൊരുത്തി ശ്രുതിയാണെന്നുള്ള മട്ടിലാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രുതി ആകെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഫോണ് അടുത്തത് വരുന്നത്. മഹിമയാണെന്ന് വിചാരിച്ചിട്ട് എന്താ ആന്റിക്ക് വേണ്ടത്? ഞാൻ തന്നെയാണ് ആ പണം എടുത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ഞാൻ എല്ലാവരും പറ്റിക്കായിരുന്നു, ഞാനൊരു ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കേട്ടിട്ട് വിമലയാണെന്നുണ്ടെങ്കിൽ എന്താ കല്യാണി, ആരാണെന്ന് വിചാരിച്ചിട്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അപ്പോഴാണ് വിമലയുടെ കോളാണെന്നുള്ള കാര്യം ശ്രുതി ശ്രദ്ധിക്കുന്നത് തന്നെ കേട്ടോ. അമ്മ പറ എന്ന് പറയുമ്പോൾ എന്താടി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതമ്മേ, വർഷയുടെ അമ്മ എന്നെ വിളിച്ചിട്ട് വെറുതെ എന്നെ വെറുപ്പിക്കുകയായിരുന്നു. എന്റെ ഈ അവസ്ഥ എല്ലാവർക്കും ഒരു പരിഹാസം പോലെ ആയിട്ടുണ്ട്. ഇനിയും പ്രശ്നം ശരിയായില്ലേ എന്ന് വിമല ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അമ്മയെ ശരിയാവുന്നത്? അമ്മയല്ലേ എന്റെ അടുത്ത് പറഞ്ഞത് വന്നിട്ട് സോറി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്നു. ഞാൻ സോറി പറഞ്ഞു കഴിഞ്ഞാലും അവരാരും എന്റെ അടുത്ത് ക്ഷമിക്കാൻ വേണ്ടി പോകുന്നില്ല. സുധിയുടെ അമ്മ എന്തൊക്കെയാണ് എന്നെ പറയുന്നതെന്നുള്ള കാര്യം അറിയോ? എല്ലാം എനിക്ക് മനസ്സിലാവും. ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും ദേഷ്യം പോവില്ലടി. നിന്റെ അമ്മായപ്പൻ എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോ അങ്കിള് ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല. തെറ്റ് നിന്റെ ഭാഗത്താണ് ശ്രുതി, അതുകൊണ്ട് നീ കുറച്ച് താഴ്ന്നു കൊടുക്കണം. താഴ്ന്നു കൊടുക്ക അമ്മേ. ഇനി ഞാൻ കാല് പിടിക്കാത്ത ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഒരിക്കലും നീ വീട് വിട്ട് ഇറങ്ങി പോകരുത് അമ്മ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഞാനൊരിക്കലും അവിടെ വന്നിട്ട് അമ്മയ്ക്കൊരു ഭാരമാവില്ല. ഞാൻ അങ്ങനെയല്ല കല്യാണി ഉദ്ദേശിച്ചത്. അമ്മ ഒന്നും ഉദ്ദേശിക്കണ്ട. ഫോൺ വെക്കുക എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുവാണേ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ മുറിയിൽ വന്ന് കതകിന് മുട്ടുന്നുണ്ട്. മഹിമ അവിടെ കൊളുത്തി കൊടുത്തിട്ടുണ്ടല്ലോ, അത് തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ കാര്യമൊന്നും അറിയാതെ എന്താ ആന്റി എന്ന് വന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്താടി കരുതി വെച്ചിരിക്കുന്നത്? നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ ഡി എന്നൊക്കെ ചോദിക്കുമ്പോ ആന്റി ഞാൻ എന്താ ചെയ്തെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ശ്രുതിയാണെങ്കിൽ മുറിയിലേക്ക് കയറി പോകുന്നത് കാണുമ്പോ എന്താണ് ശ്രുതി, നീ കടയിലേക്ക് പോകുന്നില്ലേ? ഇത് അമ്മ പോവാൻ വേണ്ടി പോവാണ്, എന്നാ പെട്ടെന്ന് റെഡി ആയിട്ട് പോവാൻ വേണ്ടി നോക്ക്. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ കടയിലേക്ക് വരുന്നുണ്ടോ എന്ന്. ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ നിന്റെ അടുത്തല്ലേ ഞാൻ പോവാൻ വേണ്ടി പറഞ്ഞത്, പോടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ മാത്രം ആട്ടി ഓടിക്കുവാണേ. ശ്രുതിയാണെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ തന്നെ മുറിയിൽ ചെന്നിട്ട് ചാവിയൊക്കെ എടുത്തിട്ട് വേഗം തന്നെ പോകുന്നുണ്ട് കേട്ടോ അവിടുന്ന്. ശ്രുതി പോയപ്പം തന്നെ ശ്രുതിയാണെങ്കിൽ മുറിയിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. നിക്കടി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ അവിടെ നിർത്തുവാണ്. ആരടുത്ത് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ? ഞാനെന്താ ആന്റി പറഞ്ഞത്? എല്ലാം അറിഞ്ഞിട്ടും നീ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നത് നിനക്കിപ്പോ ഒരു ശീലമായല്ലേ? നീ വർഷയുടെ അമ്മയുടെ അടുത്ത് മര്യാദ ഇല്ലാതെ സംസാരിച്ചോ? ഇത് കേട്ട ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന രേവതിയാണ് കേട്ടോ ശ്രുതി ആദ്യം നോക്കുന്നത്. അങ്ങനെ ശ്രുതി മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോ നിനക്കെന്തായാലും ചെവി കേട്ടൂടെ? ആന്റി ഞാൻ അവരുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, അവരാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് അവർക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, ഇത് ഞങ്ങളുടെ കുടുംബ വിഷയം ഞങ്ങൾ നോക്കിക്കോളാന്നാ പറഞ്ഞത്. നമ്മുടെ കുടുംബ വിഷയം എന്ന് നീ പറഞ്ഞോ? അപ്പോ അവരാരാണ്? അവള് ആരാടി എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ചന്ദ്ര അങ്ങ് ദേഷ്യപ്പെടുവാണേ. അവരും ഈ കുടുംബത്തിൽ ഒരാൾ തന്നെയാണ്. നീ ചെയ്ത തെറ്റ് അവര് വരെ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്നെ ചോദ്യം ചെയ്തത്. നീയാണല്ലോ കുറ്റം ചെയ്തത്, അതുകൊണ്ട് അവരടുത്ത് മറുപടി പറയാൻ വേണ്ടിട്ട് നിനക്ക് പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് അവരടുത്ത് മര്യാദ ഇല്ലാത്ത സംസാരിക്കുകയാണോ നീ ചെയ്തത്? ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. കാരണം രേവതിനെ മുമ്പിൽ വെച്ചിട്ട് ശ്രുതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണല്ലോ. എപ്പോഴും തിരിച്ചാണല്ലോ സംഭവിക്കാറ്. എന്നിട്ട് അത് കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഫീലിംഗ് എന്താണെന്നുള്ള കാര്യം ശ്രുതി ഇപ്പം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആന്റിക്ക് എന്നെ ചോദ്യം ചെയ്യാം എന്ന് കരുതിയിട്ട് അവരെന്ന് പറയുമ്പോഴേക്കും ഇതുപോലത്തെ കള്ളവും കാപ്പട്ടിയൊക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിന്നെ ചോദ്യം ചെയ്യും. മുതിർന്നവരടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചോണം. ഇനി ഒരു തവണയും കൂടി അവരടുത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നീ വിവരം അറിയും. അത് കഴിഞ്ഞിട്ടാണ് രേവതി അവിടെ നിൽക്കുന്നത് കാണുന്നത്. നീ എന്തായാലും നോക്കി നിൽക്കുന്നത്? രാവിലെ മുതൽ ഒച്ചയെടുത്തിട്ട് എന്റെ തൊണ്ട വരളുന്നുണ്ട്, പോയി കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഓടിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം പറയുന്നുണ്ട് ഇനി എല്ലാത്തിനും വെക്കുന്നിടത്ത് വെക്കണം. അത് ശ്രുതിയെ ഉദ്ദേശിച്ചിട്ടാണല്ലോ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ചന്ദ്രൻ അവിടെ അങ്ങ് പോവുകയാണേ. നിൽക്കുവാണേ. വർഷയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് വാട്ടർ എടുത്ത് കുടിക്കുന്നത് കാണുമ്പോഴേക്കും മഴ വരുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. നീ ഈ സമയത്ത് കുടിച്ചാലുണ്ടല്ലോ നിനക്ക് തൊണ്ടവേദന വരും. നിന്റെ ജീവിതം നിന്റെ ജോലി തന്നെ നിന്റെ തൊണ്ടയെ ആശ്രയിച്ചിട്ടല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് ചേച്ചി, പക്ഷേ തണുത്ത വെള്ളം കുടിച്ചാൽ മാത്രമേ ദാഹം മാറുള്ളൂ എന്ന് പറയണേ. നീ ഒരു കാര്യം ചെയ്യ്, വെയിറ്റ് ചെയ്യും, ഞാൻ പോയിട്ട് ജീരക
വെള്ളം ഉണ്ടാക്കി കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോകുന്നുണ്ട്. ഇവരുടെ സംസാരം കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വർഷയുടെ അടുത്താണല്ലോ കലിപ്പ്. വർഷയാണല്ലോ മഹിമയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ആ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചെല്ലുന്നുണ്ട്. വർഷേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് ചെല്ലുന്നത്. അതെ ശരി തന്നെയാണ് ശ്രുതി ചേച്ചി, ഈ സമയത്ത് ഐസ് വാട്ടർ കുടിക്കാൻ വേണ്ടി പാടില്ല. ഞാൻ അതിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. നീ നിന്റെ അമ്മയുടെ അടുത്ത് എന്താ എന്നെ കുറിച്ച് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന്. പറഞ്ഞ നിനക്കറിയില്ലേ ഞാൻ എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന്. ഈ വീട്ടിൽ നടന്ന എന്റെ പേഴ്സണൽ കാര്യത്തെ കുറിച്ചിട്ട് നീ എന്തിനാ നിന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷ തിരിച്ചു പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് നടന്ന കാര്യമല്ല ഞാൻ വന്ന് കേട്ടിട്ട് എന്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞത്. ഇവിടെ ഈ വീട്ടില് ഹാളില് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നടന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പോ നീ എന്തിനാണ് ഈ വീട്ടിൽ നടന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ നിന്റെ അമ്മയുടെ അടുത്ത് പറയുന്നത്? ഇത് കേട്ട രേവതി പറയുന്നുണ്ട് അവളുടെ അമ്മയും ഈ കുടുംബത്തിലെ ഒരു അംഗമല്ലേ എന്ന്. രേവതി ഞാൻ നിന്റെ അടുത്തല്ല പറഞ്ഞത്. രേവതിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ വർഷയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്റെ അടുത്ത് തന്നെ സംസാരിക്കൂ, നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇപ്പോ? നീ എന്തിനാണ് നിന്റെ അമ്മയെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്? നിന്റെ അമ്മയാണെങ്കിൽ ഫോൺ ചെയ്തിട്ട് ഷോറൂം ആരംഭിക്കാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛനല്ലല്ലോ പണം തന്നെന്നുള്ള കാര്യം ചോദിക്കുന്നു. ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അത് ഉടനെ തന്നെ ഫോൺ ചെയ്തിട്ട് ആന്റിയുടെ അടുത്ത് പറഞ്ഞു. ആന്റി വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞു. ഇത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ ഓ എന്നിങ്ങനെ സാധാരണ പോലെ ചോദിക്കുകയാണെ. അത് കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ പിന്നെ ദേഷ്യം വരുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ ഒരു കൂസലും ഇല്ലാത്ത പോലെ ചോദിക്കുന്നത്? അവരെന്തിനാണ് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഇത് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത് പോലെയാണ്. എന്റെ വിഷയത്തിൽ നിന്റെ അമ്മയുടെ അടുത്ത് തലയിടുന്നുള്ള കാര്യം പറഞ്ഞേക്കെന്നൊക്കെ പറയുന്നുണ്ട്. വർഷയാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോ നിങ്ങൾ എന്തിനാണ് ഈ കിടന്ന് തുള്ളുന്നത്? നോർമലി സംസാരിക്കുന്നത് പോലെ വീട്ടില് എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം ചോദിച്ചപ്പോ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ നിന്റെ അമ്മ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയണം, അല്ലാതെ എന്നെ കുറിച്ച് എന്തിനാ പറയാൻ നിൽക്കുന്നത്? നിന്നെ കുറിച്ചിട്ട് ഞാൻ എന്തെങ്കിലും എന്റെ വീട്ടിൽ പറയാറുണ്ടോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ അതെങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നത്? നിങ്ങളുടെ അച്ഛൻ ജയിലിലല്ലേ ഉള്ളതെന്ന് വർഷ തിരിച്ചു ചോദിക്കുകയാണെ. അതില് ഷോക്കായ പോലെ നിൽക്കുവാണ് കേട്ടോ ശ്രുതി. നീ എന്താ കളിയാക്കാണോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ ശ്രുതി ചേച്ചിയാണ് ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്. ഒന്നുമില്ലാത്ത കാര്യോ? ആദ്യം നിന്റെ അമ്മ എന്തിനാണ് എന്നെ ഫോൺ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? അമ്മ എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നുള്ള കാര്യം എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാതിലൂടെ കേട്ടിട്ട് മറ്റൊരു കാതിലൂടെ വിട്ടിട്ട് വേറെ പണി നോക്കണം. അല്ലെങ്കിലും നീയൊക്കെ ഇങ്ങനെയല്ലേ പറയുള്ളൂ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അല്ല ശ്രുതി ചേച്ചി, അവര് നിങ്ങളെ വിളിച്ചിട്ട് കാര്യം അന്വേഷിച്ചു. ആ സമയത്ത് നീ എന്തിനാണ് റെസ്പെക്ട് ഇല്ലാതെ എന്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചെന്ന് വർഷ ചോദിക്കുന്നുണ്ട്. ഞാൻ റെസ്പെക്ട് ഇല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്തിനാണ് നിന്റെ അമ്മ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ച് ചോദിച്ചു എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അത് ചോദിക്കുന്നതിന് ചേച്ചി ഒരു രീതി ഉണ്ടല്ലോ. അല്ലെങ്കിലും നിങ്ങൾ ചെയ്യാത്ത കാര്യത്തെ കുറിച്ചൊന്നുമല്ലല്ലോ അമ്മ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞ കള്ളത്തെ കുറിച്ചിട്ടല്ലേ എന്റെ അമ്മ ചോദിച്ചത്. അങ്ങനെ രണ്ടുപേരും കൂടി അടിയുണ്ടാക്കുന്നത് കാണുമ്പോ വർഷയോട്ട് വിട്ടുകൊടുക്കുമല്ലോ. രേവതിയാണെന്നുണ്ടെങ്കിൽ വർഷ വാ മതി, ഇനി അതിനെ കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയാണേ. അല്ല ചേച്ചി, ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെയാണല്ലോ അവള് സംസാരിക്കുന്നത്. അമ്മ ചീത്ത പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ അവൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അങ്ങനെ ദേഷ്യപ്പെടണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വീട്ടിൽ കള്ളം പറയുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു. ശരിയാണ്, ഞാനാണ് തെറ്റ് ചെയ്തത്. ഈ വീട്ടിൽ ഏറ്റവും മോശമായ ഞാളും ഞാൻ തന്നെയാണ് എന്ന് കരുതിയിട്ട് കണ്ടവരാരും എന്റെ കാര്യത്തിൽ മൂക്ക് നുഴയ്ക്കാൻ വേണ്ടി വരണ്ട എന്ന് പറയണേ. അങ്ങനെ പറഞ്ഞത് എന്റെ അമ്മയെ കുറിച്ചിട്ടല്ലേ. ഇതിനാണ് പറയുന്നത് റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുക എന്നുള്ള കാര്യം. ആക്ച്വലി നിങ്ങളുടെ ദേഷ്യം ഞങ്ങളുടെ മേലാണോ അതോ ആന്റിയുടെ മേലാണോ? എന്താ നീ പറഞ്ഞത്? കള്ളം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അടി വാങ്ങിയില്ലേ? അതാണ് നിനക്ക് ഇൻസൾട്ട് ആയിട്ട് തോന്നിയത്. അതിന്റെ ദേഷ്യമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നീ നിന്റെ ഇഷ്ടത്തിന് സംസാരിക്കരുത്. ഞാനിവിടെ ജോലി ചെയ്യാനൊന്നും വന്നതല്ല, നിങ്ങളെ പോലെ തന്നെ ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞാനോന്ന് വെച്ചിട്ട് വർഷം അങ്ങ് ചെല്ലുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് രേവതി കയറിയിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? കണ്ടില്ലേ രേവതി ചേച്ചി, ഇവള് തെറ്റ് ചെയ്തിട്ട് ഓവറായിട്ട് സംസാരിക്കുന്നത്. ഇത് നോക്കി ശ്രുതി, എല്ലാവരും അവരവരുടെ അമ്മമാര് വിളിക്കുന്ന സമയത്ത് സാധാരണ പോലെ തന്നെ വീട്ടിൽ എന്തൊക്കെയാ നടന്നെന്നുള്ള കാര്യം പറയും. ഓ, അപ്പൊ നീയും നിന്റെ അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇനി അവിടുത്തത് അവരാണോ എന്നെ വിളിച്ച് ചോദിക്കാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ട് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. കേട്ടില്ലേ രേവതി ചേച്ചി അവര് സംസാരിക്കുന്നത്? പക്ഷെ നീ ഒന്ന് നിർത്ത്. അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് ആരും നിന്നെ വിളിക്കാനൊന്നും പോകുന്നില്ല. ആ ഒരു ഭയം നിനക്ക് വേണ്ട. നീ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ എങ്ങനെയാണ് അമ്മയെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം നോക്ക്. അതെനിക്കറിയാം. എന്റെ കാര്യത്തിൽ മറ്റാരും തലയിടാൻ വേണ്ടി നോക്കണ്ട. നിങ്ങളെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഞാൻ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളെ കാര്യങ്ങൾ ഞാൻ എപ്പോഴെങ്കിലും പുറത്ത് പറഞ്ഞിട്ടുണ്ടോ? രണ്ടുപേരും രണ്ടുപേരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. മൈൻഡ് യുവർ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ദേഷ്യപ്പെട്ട് പോകുമ്പോഴേക്കും വർഷം പുറകെ ചെല്ലുവാണ്. രേവതിയാണെങ്കിൽ പിടിച്ചു നിർത്തുന്നുണ്ട് വർഷയെ. പിന്നെ രേവതി ചേച്ചി അവര് പറഞ്ഞിട്ട് പോകുന്ന വാർത്താനം കേട്ടില്ല. കള്ളം പറഞ്ഞിട്ട് പണം മറിച്ചത് അവളാണ് എന്നാ അവള് പറഞ്ഞിട്ട് പോകുന്നത് കണ്ടില്ലേ? നമ്മളെന്തോ തെറ്റ് ചെയ്തതുപോലെ. വർഷ നിക്ക്, അവള് അമ്മ ദേഷ്യപ്പെട്ടല്ലോ, ആ വിഷമത്തിലാണ്, ആ ദേഷ്യത്തില് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയതാണ് എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. നാളെ എന്തായാലും അവരെങ്ങനെങ്കിലും സമാധാനപ്പെട്ട് അവർ രണ്ടുപേരും ഒന്നാവും എന്ന് കരുതിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നിൽക്കണം എന്നൊക്കെ വർഷയുടെ അടുത്ത് പറയണേ. ചേച്ചി, എന്റെ അടുത്ത് ഇതുവരെ ആരും ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിച്ചിട്ടില്ല. ഇനി ഒരു തവണയും കൂടി ഇങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അവൾ ശരിക്കും അറിയും ഞാൻ ആരാണെന്നുള്ള കാര്യം. ശരി വർഷേ, ഇനി അവൾ എന്തായാലും നിന്റെ അടുത്തേക്ക് വരില്ല. നീ ഉള്ളിലേക്ക് ചെല്ല്, ഞാൻ നിനക്ക് വെള്ളം എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് വർഷയെ ആശ്വസിപ്പിച്ച് അങ്ങ് മുറിയിലേക്ക് കടത്തി വിടുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി. മറ്റുള്ളവരുടെ അടുത്ത് കളിക്കുന്നത് പോലെ വർഷയുടെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ പാണി പാളുന്നുള്ള കാര്യം ശ്രുതിയെ മനസ്സിലാക്കി കൊടുക്കും നമ്മുടെ വർഷ. അത് അധികം വൈകാതെ തന്നെ നമുക്ക് എപ്പിസോഡിൽ കാണാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്